വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പോലെ സമീപനാളിൽ ഇടം പിടിച്ച ഒന്നാണ് ഹലാൽ ഭക്ഷണം. ഒരു വശത്ത് ഹലാൽ ബ്രാൻഡഡ് ഭക്ഷ്യ വിപണി വമ്പിച്ച കുതിപ്പ് നടത്തുമ്പോൾ മറുവശത്ത് നോൺ ഹലാൽ ഫുഡിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ ധാരാളം ക്യാമ്പയിനുകൾ ഈ സമീപ നാളിൽ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള APEDA മീറ്റ് എക്സ്പോർട്ട് ലിസ്റ്റിൽ നിന്ന് ഹലാൽ എന്ന പദവും ഒഴിവാക്കിയത് ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. എന്താണ് ഹലാൽ ഭക്ഷണം? സമീപനാളിൽ പുകയുന്ന വിവാദങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് ഹലാൽ വിപണിയുടെ പിന്നിലുള്ള വസ്തുത? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിവാദം പുകയുന്ന ഹലാൽ ബിസിനസ്, യാഥാർത്ഥ്യം എന്ത്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഈ വിഷയങ്ങളെക്കുറിച്ച് ധാരാളം പഠിക്കുകയും അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ശ്രീ അനിൽ. എന്താണ് ഹലാൽ ഭക്ഷണം? ഈ സമീപനാളിൽ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളും ആരോപണങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണമനുസരിച്ച് മുസ്ലിങ്ങൾ അവരുടെ ദൈവമായി കരുതുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്ഥിരബുദ്ധിയുള്ള ഒരു മുസ്ലിം അറുമൃഗത്തിൻ്റെ തല മക്കയിലെ കാബയ്ക്ക് നേരെ പിടിച്ച് അറബി മന്ത്രം ചൊല്ലി അറുത്ത മാംസം, അതിനെയാണ് ഇസ്ലാമിക പ്രമാണമനുസരിച്ച് ഹലാൽ മാംസം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതുമാത്രമല്ല, മറ്റു പലതിലും ഈ ഹലാൽ മുദ്ര വന്നിരിക്കുകയാണ്. മാംസത്തിൽ മാത്രമല്ല, ഭക്ഷ്യധാന്യങ്ങളിൽ, അതുപോലെ സ്പൈസസ്, പിന്നെ ചോക്ലേറ്റ്, കേക്കുകൾ, ഹോസ്പിറ്റലുകൾ, ഫ്ലാറ്റുകൾ, ഇങ്ങനെ എന്തിനും, പപ്പടത്തിനും എല്ലാത്തിനും ഇതാണ്. മീൻതീറ്റ, കാലിത്തീറ്റ, പക്ഷിത്തീറ്റ, കോഴിത്തീറ്റ, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഈ ഹലാൽ മുദ്രയുണ്ട്. ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 4 സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർ ക്ലയൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അതായത് ഭക്ഷണവുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് വരെ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സാമ്പത്തികമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള പല അജണ്ടകളും ഉണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ഹലാൽ സർട്ടിഫിക്കറ്റിനെതിരെ പല ആളുകളും രംഗത്ത് വന്നിരിക്കുന്നത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് A. ജയശങ്കർ, ഈ സമീപനാളിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു ഹലാലിൻ്റെ പേരിൽ. ഇവിടെ ഒരു ചോദ്യം വന്നത് ഇതാണ്: നമുക്ക് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ ഭക്ഷണത്തെ റേറ്റ് ചെയ്യാൻ വേണ്ടി. മറ്റൊരു ഒരു ഏജൻസിയുടെ സാധ്യത, സ്വതന്ത്രമായ ഏജൻസിയുടെ സാധ്യത ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കാണുമ്പോൾ ഈ വിവാദങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിന് പല മാനങ്ങളും ഉണ്ട്. ലളിതമായ ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്ന ഒരു കാര്യം. ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു ബന്ധം ഈ ഹലാൽ ഫുഡുമായിട്ടും ഉണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ യഹൂദന്മാർക്കും ഉണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചുള്ള ഈ നിയമങ്ങൾ കുറെ കൂടി കർശനമാണ്, അല്ലെങ്കിൽ കർക്കശമാണ്. ശ്രീ അനിൽകുമാർ കൂടെ പറഞ്ഞ പോലെയല്ല, അതിനേക്കാളും കർശനമാണ്. അവരെ സംബന്ധിച്ചുള്ള മാംസം ഭക്ഷിക്കണമെങ്കിൽ ഈ പുരോഹിതൻ, റബ്ബി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, റബ്ബി തന്നെയാണ് അറവ് നടത്തുന്നത്. മാത്രവുമല്ല, ഇപ്പൊ ഒരു കോഴിയാണ് അറക്കുന്നതെങ്കിൽ അതിന്റെ ശ്വാസകോശത്തിൽ ഇയാൾ ഊതി നോക്കിയിട്ട് ആ ശ്വാസകോശം വികസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതായത് അതിലൊരു തുളയുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ബൈബിളിലെ പഴയ നിയമം വായിച്ചാൽ അതിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം, യഹൂദന്മാരെങ്ങനെയാണ് മാംസം ഭക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ. അത് ഇപ്പോഴും യഹൂദന്മാർ വലിയൊരു അളവ് വരെ മതപരമായ നിഷ്ഠയോടുകൂടി പിന്തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഈ ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ ഇസ്ലാം മതത്തിലുമുണ്ട്. അവർ ഏറെക്കുറെ ഈ യഹൂദന്മാരുടെ രീതികൾ പിന്തുടരുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും അവർക്കും ഇതുപോലെയുള്ള നിബന്ധനകളുണ്ട് എന്ന് മാത്രമല്ല, ഈ മന്ത്രം ചൊല്ലി അറുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന നിബന്ധനയുണ്ട്. ഞാൻ CH മുഹമ്മദ് കോയയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം യൂറോപ്പിൽ പര്യടനം നടത്തുന്ന സമയത്ത് യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സസ്യാഹാരിയായിട്ടാണ് കഴിഞ്ഞുകൂടിയത്. കാരണം ഇത് മന്ത്രം ചൊല്ലി അറുത്ത ഹലാലായിട്ടുള്ള മാംസം കിട്ടാൻ യാതൊരു വശവുമില്ല എന്നുള്ളതുകൊണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ലണ്ടനിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഒരു പാകിസ്ഥാൻകാരന്റെ ഭക്ഷണശാലയിൽ കയറി മൂക്കുമുട്ട മറ്റേ മൂരിയിറച്ചി കഴിക്കുക എന്നുള്ളതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻകാരനെ നമുക്ക് ധൈര്യപ്പെട്ട് കഴിക്കാം. അന്ന് ഇന്ത്യൻ വംശജർ ഇത്ര അധികം ബ്രിട്ടനിൽ ഇല്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പൊ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞ പോലെ മാംസാഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ അവരുടെ ഈ ഖുറാനിക വചനങ്ങൾ ചൊല്ലിയതിനു ശേഷം അറുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന് നിർബന്ധമുണ്ട്. മാത്രമല്ല ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊക്കെ വലിയ നിബന്ധനയുണ്ട്. അവർക്ക് പന്നി മാത്രമല്ല മറ്റു പല സാധനങ്ങളെ കഴിച്ചുകൂടാ. അറുത്തതിനെ മാത്രമേ കഴിക്കാവൂ. വെടിവെച്ച് കൊന്നതിനോ അല്ലെങ്കിൽ അപകടത്തിൽ ചത്തതിനൊന്നും കൊല്ലാം ഇത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളുള്ള ഒരു മതമാണ്. അവരത് വലിയ നിഷ്ഠയോടുകൂടി പരിപാലിക്കുന്നവരുമാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യധാന്യങ്ങളിൽ അല്ലെങ്കിൽ അറവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഹലാൽ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും ബിസിനസ് ലക്ഷ്യത്തോട് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു പരസ്യം കണ്ടത്. ഒരു പാർപ്പിട സമുച്ചയം, ഒരു പ്രത്യേക കമ്പനി, ഒരു പ്രസിദ്ധമായ കമ്പനിയാണ്. അവർ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഫ്ളാറ്റുകൾ, അതിന്റെ പരസ്യത്തിൽ നിൽക്കുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. അവർക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു നടനെ പരസ്യ മോഡലായിട്ട് കിട്ടിയില്ല. അത് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. എന്തുകൊണ്ട് ദുൽഖർ സൽമാനെയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെയോ പരസ്യത്തിന് കിട്ടിയില്ല നമുക്കറിയില്ല. ചിലപ്പോൾ അവരുടെ റേറ്റ് നോക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ സത്യത്തിൽ വളരെ ഓക്വേർഡാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ മൈദയ്ക്കും ദോശമാവിനും ഒക്കെ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റു മതക്കാരുടെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ന്യായമാണ്. പക്ഷെ ഇപ്പോൾ അത് നമ്മൾ പിടികിട്ടാത്ത ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു വിവാദമായി മാറിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പല കിംവദന്തികൾ പ്രചരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദത്തിന് തന്നെ അതൊരു വലിയ മങ്ങലേൽപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് ഇതിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള വിഷയം ഈ ഹലാലും ഹറാമും അല്ല. അതൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ, തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ, പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിയൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ വിഭിന്ന സമുദായങ്ങൾക്കിടയിൽ വലിയ തോതിൽ സംശയവും ഭയവും സ്പർദ്ധയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു മതക്കാർക്ക് മറ്റേ മതക്കാർക്ക് തമ്മിലുള്ള ആ ഒരു നേരത്തെ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഊഷ്മളത നഷ്ടപ്പെടുന്നു. ഇവർ തമ്മിലുള്ള സൗഹാർദ്ദം ഇല്ലാതാവുന്നു. അത് ഇനിയിപ്പോ നമ്മൾ വലിയ വിപത്തിലേക്ക് പോകുന്നു എന്ന തോതിൽ ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. നമ്മൾ യഥാർത്ഥമായ വിഷയം അതാണ്. അല്ലാതെ ഇത് എന്ന് പറയുന്നത് അതിന്റെ ഒരു വലിയ രോഗത്തിന്റെ ഒരു ചെറിയ ലക്ഷണമാണ് ഈ ഹലാലിനെ കുറിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം. തീർച്ചയായും. ശ്രീ അനിൽ അയ്യപ്പൻ, അതായത് ഇവിടെ നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഇതൊരു ബിസിനസ് തന്ത്രമായിട്ട് കണ്ടാൽ പോരെ? ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഒരു ക്രിസ്ത്യൻ ദമ്പതി ഭാര്യയും ഭർത്താവും ചേർന്ന് അവരുടെ വീടിനോട് ചേർന്ന് ഒരു ചിക്കൻ സ്റ്റാൾ നടത്തുകയാണ്. ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു മുസ്ലിം ഹലാൽ ബോർഡൊക്കെ വെച്ചിട്ട് വേറൊരു ചിക്കൻ സ്റ്റാൾ ആ പ്രദേശത്ത് തന്നെ തുടങ്ങി. അപ്പോൾ അതുവരേക്കും ഇവരുടെ കയ്യിൽ നിന്ന് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് വാങ്ങുന്നത്. ഇവർക്ക് കച്ചവടം കുറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, നാട്ടുകാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പോൾ ഞങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ ചിക്കൻ വാങ്ങാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഹലാലാണ്, ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഹലാലായിട്ടുള്ള സാധനമേ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റും, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് കച്ചവടം തിരിച്ചു പിടിക്കണമല്ലോ, ഹലാൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവർ അപേക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ വ്യവസ്ഥകളിലൊന്ന് ഈ സ്ഥാപനം ഒന്നുകിൽ അത് മുസ്ലിമിൻ്റേതായിരിക്കണം, അല്ലെങ്കിൽ അമുസ്ലിമിൻ്റെ ആണെങ്കിൽ സ്ഥാപനത്തിലെ തൊഴിലാളികളിൽ 1/3 മുസ്ലിം ആയിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ വേറൊരു മുസ്ലിമിനെ അവരവിടെ ജോലിക്ക് വെക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. അവരൊരു മുസ്ലിമിനെ ജോലിക്ക് വെച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, അവർ ബോർഡ് വെച്ച് കച്ചവടം തുടങ്ങിയെങ്കിലും പഴയതുപോലെയുള്ള കച്ചവടമില്ല. കാരണം ഇപ്പോൾ 2 കടയായി, കുറേ പേർ അങ്ങോട്ടാണ്, മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയത് ഇവിടെ വന്ന് വാങ്ങുന്നതും ഇല്ല. മാത്രമല്ല ഇവർക്ക് അപ്പോൾ വരുമാനം കുറഞ്ഞെന്ന് മാത്രമല്ല, ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ സാലറിക്ക് വേണ്ടി ഈ മുസ്ലിം തൊഴിലാളിക്ക് കൂലി കൊടുക്കണമല്ലോ. അപ്പോൾ അത് വരുമ്പോഴും പിന്നെ ഇവർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതി വന്നു. അവരെന്ത് ചെയ്തു? അത് ഉപേക്ഷിച്ചിട്ട് പച്ചക്കറി കച്ചവടം തുടങ്ങി. പിന്നെ അപ്പോൾ ഫലത്തിൽ എന്തായി? അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് അവർ പുറത്താവുകയാണ്. പകരം അവിടേക്ക് ഒരു മുസ്ലിം വരികയാണ്. എങ്ങനെ വന്ന്? ഹലാലിൻ്റെ പേരിൽ മാത്രമാണ്. ഈ ഹലാൽ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടേക്ക് ഇങ്ങനൊരു പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ അമുസ്ലിങ്ങളെ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ നിന്ന് പുറത്താക്കിയിട്ട് പകരം അവിടെ മുസ്ലിമിന് കയറി പറ്റുവാനുള്ള സാഹചര്യമാണ് ഈ ഹലാൽ എന്ന് പറയുന്ന സംഗതി കൊണ്ട് നടക്കുന്നത്. ഫലത്തിൽ അങ്ങനെയാണത് വരുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള ഇതും കൂടി പറയാനുണ്ട്. ഇപ്പോൾ യഹൂദന്മാരുടെ കാര്യം പറഞ്ഞു. യഹൂദന്മാരൊരിക്കലും യഹോവയുടെ നാമത്തിലല്ല അറുക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു ഡയറ്റി ഫുഡ് മാത്രമാണ്. മാത്രമല്ല പുരോഹിതനല്ല അറുക്കുന്നത്. യാഗപീഠത്തിൽ അർപ്പിക്കാൻ കൊണ്ടുവരുന്ന മൃഗത്തെ പോലും പുരോഹിതനല്ല അറുക്കുന്നത്. അത് യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുന്നവൻ തന്നെ അറുക്കണം.
പുരോഹിതൻ അതിൻ്റെ രക്തം എടുക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. പുരോഹിതൻ ആ മൃഗത്തെ പോലും പുരോഹിതൻ അറക്കുന്നില്ല, പുരോഹിതനല്ല അറക്കുന്നത്. അത് കൃത്യമായിട്ടൊരു ഡയറ്റ് എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ആ മൃഗം ആരോഗ്യമുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുള്ളതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ രക്തമൊക്കെ വാർത്തിക്കളയുന്ന അങ്ങനെയുള്ളതാണ്. അതൊരിക്കലും യഹോവയുടെ നാമത്തിലും അല്ല അറുക്കുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് ഒരു എന്താണ് അവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശ്വാസപരമായ പ്രശ്നം ക്രിസ്ത്യാനിക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനിക്കുള്ള പ്രമാണം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എന്തും വാങ്ങിക്കഴിച്ചോ എന്ന് വേദപുസ്തകം പറയുന്നു, ബൈബിൾ പറയുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്തും നിങ്ങൾ വാങ്ങിക്കഴിച്ചു. പക്ഷേ ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണ് അല്ലെങ്കിൽ അന്യദേവന് അർപ്പിച്ചതാണ് എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ആ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് കഴിക്കരുതെന്നാണ് പിന്നെ പറയുന്നത്. ആദ്യം പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വാങ്ങിക്കഴിച്ചോ, പക്ഷേ ഇത് ഇന്ന ദേവൻ അർപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിക്കരുത്. അപ്പോൾ ഇങ്ങനൊരു പ്രമാണം ക്രിസ്ത്യാനിക്ക് ഉള്ളത് കൊണ്ട് അവനെ സംബന്ധിച്ച് ഹലാൽ എന്നുള്ള ബോർഡിലൂടെ ആ കടക്കാരൻ ഇവനോട് പറയുന്നത് എന്താണ്? ഇത് ഞാൻ എൻ്റെ ദൈവമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത ഫുഡാണ്. അപ്പോൾ അവൻ ആ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ക്രിസ്ത്യാനി അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ക്രിസ്ത്യാനിക്കുണ്ട്. പക്ഷേ അവിടെ വേറൊരു വിഷയം എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം നോൺ ഹലാൽ എന്ന് പറയുന്ന ഫുഡ് കിട്ടാനും ഇല്ല. ഇപ്പം ഞാനൊരിക്കൽ ആലപ്പുഴ പോയിട്ട്, ഞാനും എൻ്റെ സുഹൃത്ത് അജീഷ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ആലപ്പുഴ പോയിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അപ്പോൾ എവിടെന്നെങ്കിലും കഴിക്കാം. ഞാനും ഹലാൽ കഴിക്കുന്ന ആളല്ല, അജീഷും ഹലാൽ കഴിക്കുന്ന ആളല്ല. ഞങ്ങൾ ഈ ഹലാൽ ബോർഡ് ഇല്ലാത്ത ഒരു കട കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയിട്ട് ആലുവ വരെ, ആലുവയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, ആലുവ വരേക്കും ഞങ്ങൾക്ക് ഹലാൽ ബോർഡ് ഇല്ലാത്ത ഒരു സാമാന്യം കൊള്ളാവുന്ന നല്ലൊരു ഹോട്ടൽ ഹലാൽ ബോർഡ് ഇല്ലാത്തത് ഞങ്ങൾ കണ്ടില്ല. എല്ലാം ഹലാലുള്ളതാണ്. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇതാണ് അവസ്ഥ. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത വിധം ഈ ഹലാൽ എന്ന് പറയുന്ന സംഗതി പിടിമുറുക്കി കഴിഞ്ഞു. മറ്റുള്ളവരെല്ലാം രംഗത്തുനിന്ന് പതുക്കെ നിഷ്കാസിതരാകേണ്ടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നതും. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഈ ഇവിടെ അനിൽ അയ്യപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ചിലത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയല്ല. അതായത് മറ്റുള്ളവരുടെ അവസരങ്ങൾ ഇല്ലാണ്ടാകുന്നു എന്നൊരു ആശയം, ഒരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു വ്യതിയാനങ്ങൾ, അതുണ്ടാക്കുന്ന ഒരു ആശങ്ക, അതൊക്കെ ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് ആണ് അനിൽ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, ഹലാൽ എന്നത് കേവലം ഒരു ബിസിനസ് തന്ത്രം മാത്രമായിട്ട് ആണോ നമ്മളതിനെ കാണേണ്ടത്, അതോ അതിനകത്ത് മറ്റ് ഇലമെന്റുകൾ ഉണ്ടോ? ഈ ബിസിനസ് തന്ത്രമാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ബിസിനസ് ഇവിടെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചുള്ള ഈ ഹലാൽ മുതലായ കാര്യങ്ങൾ എന്നെ തീരെ ബാധിക്കുന്ന ആളല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നോൺ വെജിറ്റേറിയൻ ഫുഡ് പ്രത്യേകിച്ച് കടകളിൽ നിന്ന് കഴിക്കാറില്ല. അത് ഒട്ടും തന്നെ ആരോഗ്യകരമല്ല. ഹലാലാണെങ്കിലും നോൺ ഹലാലാണെങ്കിലും ഇത് നമ്മളെ വയറ് ബലാലാകും എന്നുള്ളത് കൊണ്ട് ഞാനിതിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. പരമാവധി പുറമേ നിന്നുള്ള ആഹാരം തന്നെ വളരെ കുറച്ചാണ് കഴിക്കുക. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഇത് അവസരങ്ങളുടെ പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് ഈ വിശ്വാസപരമായ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇത് പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ്, പുതുതായിട്ട് തുടങ്ങിയതല്ല. പിന്നെ അവർ ഇതേപ്പറ്റി എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഹലാൽ ബോർഡൊക്കെ സമീപകാലത്ത് വന്നാണ്. മുസ്ലിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മതവിശ്വാസം, നല്ല മതവിശ്വാസമുള്ള ആളുകൾ, മതവിശ്വാസം കുറഞ്ഞ ആളുകൾക്ക് കുഴപ്പമില്ല, വയറ് വശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന നിർബന്ധമുള്ള ആളുകൾക്ക് ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് കഴിച്ചാലും ഹിന്ദുവിന്റെ കടയിൽ നിന്ന് കഴിച്ചാലും അത് ബാധിക്കുന്ന പ്രശ്നമല്ല. മാത്രമല്ല, ഇപ്പൊ എന്റെ നാടായ ആലുവയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ, ആലുവയിൽ എറണാകുളത്തും വെജിറ്റേറിയൻ ഹോട്ടലിൽ നമ്മൾ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാലും അവിടുത്തെ ഈ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ള 1/3 ഭാഗം മുസ്ലിങ്ങളായിരിക്കും. അവർ വേഷം കൊണ്ടും മറ്റു കാര്യങ്ങളും കൊണ്ടും നമുക്കറിയാം. ഇപ്പൊ മുസ്ലിങ്ങളുടെ വീട്ടിൽ തന്നെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ അവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ടാവും. ആലുവയിലൊക്കെ വളരെ സമ്പന്നരായ ഒരുപാട് മുസ്ലിം പ്രമാണിമാരുണ്ട്. അപ്പൊ വിവാഹത്തിന് പോയാൽ അവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ട് എന്നെ പോലെ 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന അധികം മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ അവരങ്ങനെ ഒരു ഇത് വെച്ച് പുലർത്തുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ആലുവക്കാരുടെ പ്രത്യേകത ഒന്നും അറിയില്ല. പൊതുവെ ഇവിടുത്തെ വിഷയം സത്യത്തിൽ ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ വിശ്വാസപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ഈ പറഞ്ഞ രീതിയിൽ ദൈവത്തിന്റെ നാമത്തിൽ അർത്ഥം കഴിക്കണം. ദൈവത്തിന്റെ നാമത്തിലാണ് അറക്കണം എന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. മാത്രവുമല്ല, ഈ അറവുശാലകൾ പൊതുവെ വളരെ വളരെ വൃത്തിഹീനമാണ് എന്ന് മാത്രമല്ല, ഈ ഉരുക്കളെ കൊല്ലുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് തുരിശു കുടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല അതിക്രമങ്ങളും ചെയ്തിട്ടാണ് തലക്കടിച്ചു കൊല്ലുക. ഇങ്ങനെ ഖുറാനിൽ പറഞ്ഞാൽ നേരെ വിപരീതമായിട്ടാണ് പല ആളുകളും ചെയ്യുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞ് ഇത് കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ ചില അറവുശാലകൾക്കെതിരായിട്ടൊക്കെ കേസ് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മട്ടാഞ്ചേരിയിൽ
ഒരു അറബിശാലയാണ് ആകെ ഉണ്ടായിരുന്നത്, ഈ പശ്ചിമ കൊച്ചിയിൽ ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ബിസിനസ് തന്ത്രമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും, അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് അത് ആകെ ഒരു അറബിശാലയാണ് ഉണ്ടായിരുന്നത്. അത് കോർപ്പറേഷൻകാർ പൂട്ടിച്ചു, കാരണം അൺഹൈജീനിക് ആണെന്നുള്ള കാരണത്തിൽ. പൂട്ടിയതിന് ശേഷവും അനധികൃതമായിട്ട് അവിടെ അറിവ് നടക്കുകയാണ്. അപ്പൊ നാട്ടുകാർ, അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി, പോലീസ് കമ്മീഷണർ ഒരുപാട് ബുദ്ധിമുട്ടിയതിനു ശേഷമാണെങ്കിൽ അത് ആത്യന്തികമായിട്ട് പൂട്ടിച്ചു. പക്ഷെ ഇപ്പോഴും മട്ടാഞ്ചേരിയിലോ തോപ്പുമടിയിലോ ഫോർട്ട് കൊച്ചിയിലോ ഒരു സ്ഥലത്തും മാംസത്തിന് യാതൊരു ക്ഷാമവുമില്ല. അവർക്ക് വേറെ എവിടെ നിന്നൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ യാതൊരു കാര്യങ്ങളും പാലിക്കാതെയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ അറിവ് നടക്കുന്നത്. അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഹറാമായിട്ടുള്ള സാധനമാണ്. ഇതാണ് സത്യം, വളരെ യാഥാർത്ഥ്യം, പച്ച യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേൾക്കുന്നവർക്ക് മനപ്രയാസം തോന്നുന്നു. ഇനി പലപ്പോഴും നിങ്ങൾ ഹോട്ടലിൽ കയറിയാൽ കഴിക്കാൻ തോന്നില്ല, കാരണം അതുപോലെ അത്രയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അത്രയും പോയിസണസ് ആയിട്ടുള്ള മീറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ മട്ടൺ എന്ന പേര് കൊടുക്കുന്നത് തന്നെയും ഈ ചെറിയ കാളക്കുട്ടിയുടെ ഇറച്ചിയാണ്. ഈ രംഗത്തൊക്കെ നടക്കുന്ന തട്ടിപ്പുകൾ കേട്ടാലുണ്ടല്ലോ, ഭയാനകമാണ്. അത് നിൽക്കട്ടെ, നമ്മുടെ വിഷയം ഇവിടെ വേറെ മറ്റൊരു സാമൂഹിക വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ സ്വാഭാവികം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളുടെ അറവുശാലയിൽ നിന്ന് മാംസം വാങ്ങി കഴിക്കുന്നവർ എത്രയോ കുറവാണ്. എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അവര് ഈ സ്വന്തം മീൻസ് സ്വന്തം സമുദായക്കാർ നടത്തുന്ന കടകളിൽ കയറുന്നതിന്റെ കാരണം തന്നെ അവിടെ ഇങ്ങനെ ബിസ്മി ചൊല്ലി അറുത്ത മാംസം കിട്ടും എന്ന കാരണത്താലാണ്, അല്ലാതെ കണ്ട് അതിന്റെ ടേസ്റ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട്. സ്വാഭാവികമായിട്ടും മുമ്പ് തന്നെയും ക്രൈസ്തവർ നടത്തുന്ന അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ നടത്തുന്ന നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഈ മതവിശ്വാസികളായ മുസ്ലിങ്ങൾ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഹലാൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ സമുദായക്കാരൻ്റെ ആണ് എന്ന ഒരു താല്പര്യത്താൽ ചെറുപയറാണെങ്കിലും വൻപയറാണെങ്കിലും എന്താണ് മൈദ ആണെങ്കിലും ഗോതമ്പ് പൊടി ആണെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും, ഒരു ത്വര, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അത് മറ്റു സമുദായക്കാർ നടത്തുന്ന അവരുടെ ഉൽപ്പന്നങ്ങളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ കാര്യത്തിൽ ഞാൻ ഇവരോട് രണ്ടുപേരോട് യോജിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് 1978 മറ്റോ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകന്റെ മകൻ സൗദി അറേബ്യയിൽ പോയി വന്നപ്പോൾ ഒരു വാച്ച്, സീക്കോ വാച്ച്, അന്നത്തെ കാലത്ത് വലിയ അത്ഭുതമാണ്, കൊണ്ടുവന്ന് കൊടുത്തു. ആ വാച്ചിന്റെ ഒരു സവിശേഷത, അതിൽ ഈ ഞായർ തിങ്കൾ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ എഴുതുക, സൺഡേ മൺഡേ, അത് അറബിയിൽ എഴുതിയതായിരുന്നു. കാരണം ഈ അറേബ്യൻ വിപണിയെ ലാക്കാക്കി, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ലാക്കാക്കി ജപ്പാനിലെ സീക്കോ കമ്പനി, അതിന്റെ ഉടമസ്ഥന്മാര് മുസ്ലിങ്ങളൊന്നുമല്ല, തനി ജപ്പാൻകാരാണ്, അവര് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള അതിന്റെ അർത്ഥം. അപ്പൊ ഇത് വിപണി ഏത് കാലത്തും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ, വിപണിയുടെ ഒരു നിയന്ത്രണം ഇതിനകത്തുമുണ്ട്, ഈ ഒരു ഹലാൽ നിർമ്മിതിയിലും ഉണ്ട് ഒരു ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ പങ്കുവെക്കുന്നത്. ശ്രീ അനിൽ അയ്യപ്പൻ, ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം, അത് വിപണിയുമായിട്ട് മുമ്പോട്ടുള്ള ഒരു കാര്യം മാത്രം വന്നു. ഇനി ഈ ഭക്ഷണത്തെ നിങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വേറെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ 4 എണ്ണമാണ്. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് മഹാരാഷ്ട്ര ഡിവിഷൻ. ഈ 4 സ്ഥാപനങ്ങളാണ്. ഇത് 4ഉം ഗവൺമെൻറ്റുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, പ്രൈവറ്റ് സംഘടനകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഈ സംഘടന, അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഫീസ്, പിന്നെ അത് പുതുക്കുന്നതിൻ്റെ ഫീസ്, പിന്നെ ഈ സക്കാത്ത് പണം, ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ പണം ചെലവഴിക്കുന്നത് കേസുകളിൽ, അതായത് തീവ്രവാദ കേസുകളിൽ പെട്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ലീഗലായിട്ടുള്ള സഹായങ്ങൾ, നിയമസഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മുംബൈ ടെറർ അറ്റാക്കിനകത്തും പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളതിൻ്റെ പേരിൽ NIA രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ കേസുകളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട പല മുസ്ലിങ്ങൾക്കും വേണ്ടിയിട്ട് ഇവർ ഈ പണം ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇത് ഫലത്തിൽ ഹലാലിൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്ന ഈ പണത്തിൻ്റെ ഒരു പങ്കാണ് അവിടെ ചെന്ന് ഇതിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിധത്തിൽ ഒത്താശ ചെയ്യുന്നത് തന്നെ പറയാം, ആ വിധത്തിൽ ചെലവഴിക്കപ്പെടുന്നത്.
അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ സുരക്ഷയുമായി കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടത് ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. പ്രത്യേകം പറയുന്നു, ഈ ഹലാൽ, മുസ്ലിങ്ങൾ ഹലാൽ എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നതിനെയല്ല എതിർക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഹലാൽ ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അവരുടെ മതം അനുശാസിക്കുന്നുണ്ട്, അത് അവർ ചെയ്യട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം ഇത് കഴിക്കാതിരിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ട്. അതാണ് ഞങ്ങളുടെ പോയിന്റ് പ്രധാനമായിട്ട്. കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെജ് ആൻഡ് നോൺ വെജ് രണ്ടും ഉണ്ട്, രണ്ടും തിരഞ്ഞെടുക്കാനുള്ള അവസരം അവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒരു അവസരം ഇപ്പോൾ ഇവിടെ നമുക്കില്ല. ഈ ഹലാൽ എന്ന് പറയുന്നത് മാത്രമേ കിട്ടാനുള്ളൂ, നോൺ ഹലാൽ എന്ന് പറയുന്ന സംഗതി കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇത് രണ്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ സൂചന എന്താണ്? മറ്റു മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളിലും അപ്പോൾ ഹലാൽ വെക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ഉള്ള സ്ഥാപനങ്ങളിൽ ഹലാൽ ബോർഡ് വയ്ക്കുന്നത് ഇത് വാസ്തവത്തിൽ നിർബന്ധിതമായി അവരെ കൊണ്ട് വെപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പുറകിൽ ഇവർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറയാം. മുസ്ലിങ്ങൾ ഇപ്പോൾ മലപ്പുറം ഭാഗത്തു നിന്നുള്ള മുസ്ലിങ്ങൾ എറണാകുളത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ എറണാകുളത്തുള്ളവർ ഇപ്പോൾ കാസർഗോട്ടേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ ഇവർ പോകുന്നെങ്കിൽ, വല്ല ടൂറിന് അങ്ങനെയൊക്കെ ചെറുപ്പക്കാർ പിള്ളേർ പോകുന്നെങ്കിൽ ഇവർ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. ഹലാൽ ബോർഡ് ഇല്ലാത്ത ഹോട്ടലിൽ കയറിയിട്ട് അവർ ഫുഡ് ഓർഡർ ചെയ്യും. അത് കുറഞ്ഞ ഫുഡൊന്നും അല്ല, നല്ല വില കൂടിയ ഫുഡ് തന്നെയാണ് ഇവർ ഓർഡർ ചെയ്യുന്നത്. അതെല്ലാം വന്ന് മേശപ്പുറത്ത് നിരത്തി കഴിഞ്ഞതിന് ശേഷം സപ്ലൈറോട് ചോദിക്കും, ഇത് ഹലാലല്ലേ? അപ്പോൾ സപ്ലൈർ അല്ല, ഹലാലല്ല. അയ്യോ എന്നാൽ വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ ഹലാലല്ലാത്ത കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവരങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അവിടെ മറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ നോക്കുമ്പോൾ എന്താണ്, മേശപ്പുറത്ത് ഫുഡെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം അത് കഴിക്കാതെ കുറേ പേര് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഫുഡിന് എന്തോ കുഴപ്പമുണ്ടെന്നാണല്ലോ മറ്റുള്ളവർ ധരിക്കുക. അപ്പോൾ അത് ആ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനെ അത് ബാധിക്കുന്നതാണ്. മാത്രമല്ല അവർക്ക് ഇത്രയധികം സാധനങ്ങൾ, ആ കച്ചവടം മുടങ്ങിപ്പോയി. അപ്പോൾ ഇത് അടുത്ത ടീം 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ അവരും ഇതേ തന്ത്രം തന്നെ ഇവിടെ പയറ്റുന്നത്. ഇതിങ്ങനെ കുറച്ച് നാളായി കഴിയുമ്പോൾ ആ കടക്കാർ സ്വാഭാവികമായിട്ടും പോയി ഹലാൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം, വേറെ നിർവാഹമില്ല, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിധത്തിലാണ് മറ്റ് കൂട്ടർ ഈ സർട്ടിഫിക്കറ്റ് ഈ ബോർഡ് വയ്ക്കുന്നത്, ഹലാൽ ബോർഡ് വയ്ക്കുന്നത്, അവരെ കൊണ്ട് വാസ്തവത്തിൽ വെപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ തന്ത്രങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഇത് ശരിയായൊരു നടപടിയല്ല. ഹലാൽ ബോർഡ് ഇല്ലാത്ത സ്ഥാപനത്തിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ ഇത് മുട്ടിക്കുകയാണ്. ഇതൊക്കെ ഒരു തരം എന്താണ്, തണ്ടെന്നൊക്കെ പച്ചമലയാളത്തിൽ പറയും. കാരണം ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു തരം ചിന്തയും കൂടിയാണത്. ഇത് ശരിയായൊരു കാര്യമല്ല. അത് വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് അനിൽകുമാർ പറഞ്ഞ വിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യം, മതത്തിന്റെ പേരിൽ ആസൂത്രിതമായ ഒരു നീക്കം, സംഘടിതമായ ഒരു നീക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന്റെ ഈ സ്വാതന്ത്ര്യത്തിന്, പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ വളരെയധികം ശബ്ദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ബീഫ് നിരോധനം വന്ന സമയത്തും ഒക്കെ എത്രയോ ശക്തമായിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഈ വിഷയങ്ങളിലൊക്കെ. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലും ഒരു പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വരുന്നത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇതിന്റെ ഈ ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ്. അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ അവരുടെ സർട്ടിഫിക്കേഷൻ തന്നെ നിർത്തലാക്കുകയോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം മറ്റ് കുറെ കൂടി മറ്റ് രാഷ്ട്ര താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കൊടുക്കുകയും ചെയ്യണം. ഈ ഇന്ത്യ രാജ്യത്ത് ആകെ 4 സംഘടനകൾ മാത്രമേ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കൊടുക്കാവൂ എന്ന് ഭരണഘടനയിലൊന്നും പറഞ്ഞിട്ടില്ല. മറ്റ് സംഘടനകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ റെസ്റ്റോറന്റുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായിട്ട് എനിക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു പക്ഷേ ഞാൻ ഇതുപോലത്തെ റെസ്റ്റോറന്റുകളിൽ അങ്ങനെ ആഹാരം കഴിക്കാൻ പോകാത്ത ആളായോടുകൂടി ആയിരിക്കാം. പക്ഷെ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം പറയാത്തൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ് ഞാനിവിടെ ആവർത്തിക്കുന്നതിൽ കഥയില്ല. അതൊന്നും അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് തികച്ചും അനഭിലഷണീയമായ അനാരോഗ്യകരമായ പ്രവണതയാണ്. അത് പറയാൻ എനിക്ക് അതൊരു മടിയില്ല, പേടിയില്ല. പക്ഷേ ഇതിനേക്കാൾ മറ്റൊരു തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ മിക്കവാറും റെസ്റ്റോറന്റുകൾ പ്രത്യേകിച്ച് ഒരു സമുദായക്കാരെ ആയിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അപകടം, ഇപ്പൊ വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ മാത്രമല്ല, ഇതിലൊരു അപകടം പതിയിരിക്കുന്ന എവിടെ വെച്ചാൽ, പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങളുടെ ഫാസ്റ്റിംഗ് സീസണുണ്ട്, റമദാൻ മാസത്തിൽ നമ്മൾ മലബാർ ഭാഗത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പച്ചവെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെയുള്ള എല്ലാ കടകളും അടങ്ങിക്കിടക്കായിരിക്കും. അത് മുസ്ലിങ്ങളുടെ കടകൾ മാത്രമല്ല, അമുസ്ലിങ്ങളുടെ കടകളും തുറക്കുന്നതിന് അപ്രഖ്യാപിതമായ വിലക്ക് നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അതിനേക്കാളും ഭയങ്കരം, ഇപ്പൊ നമുക്ക് ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോകാം എന്ന് വിചാരിക്കാം, ആ പ്രദേശത്തുള്ള സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നതിന് ഇവര് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയ സംഭവങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്
കോഴിക്കോട് ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിൽ പോലും ആയിരുന്നു. കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഇവര് ഭക്ഷണം കൊടുക്കുന്ന വിലക്കുന്നു. അതായത് മുസ്ലിം കുട്ടികൾ ഫാസ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് അമുസ്ലിം കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മറ്റേ കുട്ടികൾക്ക് മനപ്രയാസം ഉണ്ടാവും എന്നത്. ഇതൊക്കെ കാരണം എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളാണ് സ്കൂളിൽ ഉച്ചക്കഞ്ഞി കഴിക്കാൻ വേണ്ടത്. അത് മുടക്കുക, അത് വിലക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാവുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള അനഭിലഷണീയമായ പ്രവണതകളെ ചെറുക്കുന്നതിന് ഇവിടുത്തെ ഉത്തരവാദിത്തമുള്ള എല്ലാ സംഘടനകൾക്കും ബാധ്യതയുണ്ട്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ സർക്കാരിനും ഹൈക്കോടതി അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും ഒരു വലിയ ഉത്തരവാദിത്വം ഈ രംഗത്തുണ്ട്. ഒരു കൂട്ടരുടെ ഗുണ്ടായുസത്തിന് മുമ്പിൽ മറ്റുള്ളവര് പത്തി മടക്കാനോ മുട്ട് മടക്കാനോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത്. അനഭിലഷണീയമായ പ്രവണതകൾ ഏത് ഭാഗത്തുണ്ടായാലും നമ്മൾ അതിനെ എതിർക്കണം, ചെറുക്കണം. അതിനോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഉറച്ച നിലപാട്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഒരു കൂട്ടരുടെ ഗുണ്ടായുസത്തിന്, ഗുണ്ടായുസം എന്നാണ് കൃത്യവാക്ക്, തണ്ടെന്നുള്ള വാക്കല്ല, ഗുണ്ടായുസത്തിന് മുമ്പിൽ ആരും വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം, അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്റെ അറിവിൽ ഈ പെരുമ്പാവൂർ പട്ടണത്തിൽ, പെരുമ്പാവൂർ ഇവിടുന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ്, ആലുവ കഴിഞ്ഞാൽ പെരുമ്പാവൂരാണ്, പെരുമ്പാവൂർ കഴിഞ്ഞാൽ മൂവാറ്റുപുഴ. അപ്പൊ ആ റൂട്ടിലാണ് പെരുമ്പാവൂർ നിന്നാണ് നമ്മൾ കോതമംഗലത്തേക്കും മൂവാറ്റുപുഴയ്ക്കും തിരിഞ്ഞു പോകുന്നത്. പെരുമ്പാവൂർ പട്ടണത്തിൽ പന്നി ഇറച്ചി കിട്ടുകയില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പന്നിയും കഴിക്കാത്ത ആളാണ്. അവിടെ ഈ മുസ്ലിങ്ങൾക്ക് ഹറാമായതുകൊണ്ട് പന്നി അവരറക്കുന്നില്ല, അത് സ്വാഭാവികം, അവരറക്കില്ല. മറ്റ് സമുദായക്കാർ പന്നി മാംസം വിതരണം ചെയ്തു, അവർ വിലക്കിയിരിക്കുകയാണ്. പെരുമ്പാവൂരിന്റെ പ്രത്യേകത വെച്ചാൽ അവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ഉള്ള സ്ഥലമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ വളരെയധികം ഉണ്ട്, ക്രിസ്ത്യൻ വിഭാഗം വളരെ കൂടുതലുള്ള പ്രദേശമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് പന്നി ആരും കഴിക്കാൻ പാടില്ല എന്ന് ഇവർ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ പന്നി കിട്ടുമോ എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും അങ്കമാലിയിൽ കിട്ടും എന്ന്, അല്ലാതെ പെരുമ്പാവൂർ കിട്ടുമെന്ന് പറയുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ വിലക്കിയിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊന്നും ഒരിക്കലും അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ഒരു വിഭാഗം ഇവര് ഈ BJP-ക്കാര് ബീഫിന് വിലക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പൗരാവകാശ ലംഘനത്തെ കുറിച്ച് വളരെയധികം ഒച്ചെടുക്കുന്നവരാണ്. അപ്പോൾ മറ്റു സമുദായക്കാർക്ക് പന്നി തിന്നാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഞാൻ രണ്ടും കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഒരു കൂട്ടരെ ബീഫ് കഴിക്കുന്നതിന് മറ്റവർ എതിർക്കും, അതേ സമയത്ത് മറ്റുള്ളവർ പന്നി മാംസം കഴിക്കുന്നതിന് ഞങ്ങൾ വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്, താലിബാനിസമാണ്. അങ്ങനെയെങ്കിൽ ഇതൊന്നും നമ്മുടെ പൊതുസമൂഹ ചർച്ചയിൽ വരാത്തത് എന്തുകൊണ്ടായിരിക്കാം? അതൊരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയല്ലേ? സാധാരണ നമുക്കിപ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ വരാറുമുണ്ട്. ഇത് നമ്മൾ പോലും അധികം ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ പലരും ആദ്യമായിട്ട് കേൾക്കുന്നതാകാം. ഒരു പക്ഷേ അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കുന്നത്? അതും ഒരു ആശങ്കയ്ക്ക് വകയല്ലേ? അത് ഒരു കാര്യം, നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഈ മാതിരി വിഷയങ്ങൾ പരമാവധി കാർപ്പറ്റിന്റെ ചുവട്ടിൽ തള്ളാനാണ് താല്പര്യപ്പെടുന്നത്. തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളല്ലേ. മലബാർ ഭാഗത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ റംസാൻ മാസത്തിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ ഒന്നും തന്നെ തുറക്കുകയില്ല. ഇനി എന്തെങ്കിലും തുറന്നാൽ തന്നെ ഈ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനെ വിലക്കുകയും ഒരു പക്ഷേ ശാരീരികമായിട്ട് തന്നെ ആക്രമിക്കുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് മലപ്പുറം ജില്ലയിൽ നോമ്പ് കാലത്ത് തുറക്കുന്ന ഹോട്ടലുകളുടെ പട്ടിക എന്ന് പറഞ്ഞൊരു വലിയ പട്ടിക തന്നെ. പട്ടിക എന്ന് വെച്ചാൽ എല്ലാം കൂടി ചേർത്ത് ഒരു 10-30 സ്ഥാപനങ്ങളേ ഉള്ളൂ ഒരു ജില്ലയിലാണെന്ന് ആലോചിക്കും. അതൊഴിച്ച് ബാക്കി എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു നായരുടെയോ ക്രിസ്ത്യാനിയുടെയോ ഈഴവന്റെയോ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നില്ല, അടച്ചിട്ടേക്കാണ്. അതെന്താ അടച്ചിട്ടേക്കെന്ന് ചോദിച്ചാൽ അപ്പൊ ഇവര് പറയാം അത് നമ്മുടെ സമുദായത്തോടുള്ള ആദര സൂചകമായിട്ട് അവർ അടച്ചിരിക്കുന്നതാണ്. സത്യത്തിൽ അങ്ങനെ ആദര സൂചകമായിട്ട് അടക്കുന്നതല്ല എന്നും ഇവരുടെ കമ്പൽഷൻ കൊണ്ട് അടക്കുന്നതാണെന്നും ബുദ്ധിയുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, അവിടെ മറ്റാരും കട തുറക്കാൻ പാടില്ല എന്ന് അവർ അപ്രഖ്യാപിത വിലക്ക്, ചിലർക്കൊക്കെ പ്രഖ്യാപിതമായിട്ട് തന്നെ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ്. ഇതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനായ ഹമീദ് ചേന്നമംഗലൂർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ളവർ പറയുമ്പോഴേ നമ്മൾ ഇതിന് വിശ്വാസ്യത കൽപ്പിക്കുന്നു. ഇപ്പൊ BJP-ക്കാർ RSS-കാർ പറഞ്ഞാൽ ഇത് ശോഭിക്കുകയില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുമ്പോഴേ നിങ്ങൾ തന്നെ കേൾക്കും. BJP-ക്കാർ പറയുന്ന പോലെയല്ല. ഹമീദ് ചേന്നമംഗലൂർ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്. ഈ MP രാജേഷും മറ്റുമൊക്കെ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയല്ലോ, ബീഫ് ഫെസ്റ്റ്, മനുഷ്യരെ മൂരിയിറച്ചി കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. MP രാജേഷും സംഘവും ചെയ്യേണ്ട ഇനി ഈ മലപ്പുറം ജില്ലയിൽ കഞ്ഞി ഫെസ്റ്റ് നടത്തും. ഈ നോമ്പ് കാലത്ത് കഞ്ഞി കുടിക്കാൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നോമ്പില്ലാത്ത അമുസ്ലിങ്ങളായ ആളുകൾക്ക് കഞ്ഞി കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി കഞ്ഞി ഫെസ്റ്റ് DYFI നടത്തുന്നു. അദ്ദേഹം എല്ലാ കൊല്ലവും പറയുന്നതാണ്. അദ്ദേഹം മാത്രം ഈ കാര്യങ്ങളൊക്കെ ധൈര്യസമയത്ത് അവിടെ പറയുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ സുരേന്ദ്രനെ പോലുള്ള
ആ BJP-ക്കാരും അങ്ങനെയുള്ള ആളുകൾ. ഞാൻ പറഞ്ഞത് സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കണക്കാക്കണ്ട. ഹമീദ് മാഷ് പറഞ്ഞത് അദ്ദേഹം ഈ സമുദായത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും സമുദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു വിലക്ക് അവിടെ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല. മനോരമയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത വരും. കാരണം സർക്കുലേഷനെ ബാധിക്കുന്ന കാര്യം. അതുകൊണ്ടാണ്. മാതൃഭൂമിയിൽ വരുമോ? മാതൃഭൂമിയിലും വരില്ല, മനോരമയിലും വരില്ല. ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും TV ചാനൽ ഈ വിഷയം ചർച്ച ചെയ്യും? എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വേറെ പല കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും നമ്മൾ കാർപ്പറ്റിന്റെ ചുവട്ടിൽ തള്ളുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ അനിൽ അയ്യപ്പൻ, ഇവിടെ എല്ലാ വിഷയങ്ങളുടെ പല വശങ്ങളിലേക്ക് നമ്മുടെ ചർച്ച മുമ്പോട്ട് പോയി. ഇനി ഈ മുമ്പോട്ടുള്ള ഒരു ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങേക്ക് അതിൽ ആശങ്കയുണ്ടോ അനിൽ അയ്യപ്പൻ? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഈ പറയുന്ന ഈ ഹലാൽ ബോർഡ് ഒരു 10-15 കൊല്ലം മുമ്പ് വരെ കണ്ടിരുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സമൂഹത്തിനകത്തേക്ക് മതം എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് അയാളുടെ ഉള്ളിലിരിക്കണം, അയാളുടെ വിശ്വാസം, അയാളത് പ്രാക്ടീസ് ചെയ്യട്ടെ. മറ്റൊരാൾക്കത് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ അത് കൊണ്ടുവരരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവരവരുടെ വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലേക്ക്. അപ്പോൾ ഇതേ വിധത്തിൽ തന്നെ മറ്റുള്ളവരും തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? മറ്റു മതവിഭാഗക്കാരും ഇതേപോലെ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഓരോന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും? തീർച്ചയായിട്ടും ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുമ്പാകുള്ള വഴി എന്ന് പറയുന്നത് മതത്തെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഭക്ഷണത്തിലെങ്കിലും, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം, ആ ഭക്ഷണ കാര്യത്തിലെങ്കിലും നിന്ന് മതത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഹലാൽ ബോർഡുകളൊന്നും ഇല്ലാത്ത ഒരു 15 കൊല്ലം മുമ്പേ ഉള്ള ആ ഒരു സ്ഥിതിയിലേക്ക് മടങ്ങി പോകുന്നെങ്കിൽ അത് ഏറ്റവും ഉചിതമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മുടെ നാട് സമാധാനത്തിൽ, എല്ലാ ഐക്യത്തിലും, മതത്തിൻ്റെ ജാതിയുടെയൊക്കെ വേർതിരിവുകൾക്കപ്പുറത്ത് ഒന്നായി മുന്നേറേണ്ട ഒരു സമൂഹമാണ്. അതിൽ ഭക്ഷണം ഒരു ഘടകമായി ഒരു അർത്ഥത്തിലും വരാൻ പാടില്ല. ഭക്ഷണം മാത്രമല്ല, മറ്റു മേഖലയിലൊക്കെ നമ്മൾ ഐക്യത്തിൽ മുന്നോട്ട് പോകേണ്ടവരുമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിലയിൽ നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ്, ആരൊക്കെ നിലപാടെടുത്താൽ, ആരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഇത്തരത്തിലുള്ള ഈ അസന്തുലിതാവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് ജയശങ്കർ. ഇവിടെ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആര് വിചാരിച്ചാൽ ഈ സംഗതി പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഹലാലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് അതല്ല യഥാർത്ഥ വിഷയം. യഥാർത്ഥ വിഷയം സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും ഒരു സഹകരണ മനോഭാവവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതിപ്പോ സമീപകാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചിരിക്കും. അത് തന്നെ ഞാൻ ഇവിടെ ഇത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലായി. പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളൊക്കെ നടക്കും. അതിനോട് മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ കാണിച്ച ഒരു അകൽച്ച മുസ്ലിം തങ്ങളുടെ മാത്രം ഒരു സമരമായിട്ട് മാറും. മറ്റ് വിഭാഗങ്ങൾ അതിൽ നിന്ന് അകലം പാലിക്കും. അവർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഏറെക്കുറെ പരസ്യമായിട്ടും ഒക്കെ പറഞ്ഞിരുന്ന അഭിപ്രായ പ്രകടനമാണ്. അത് ഏത് രീതിയിലായിരുന്നു? അതിനുശേഷം ഇവിടെ പല പല വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മളിവിടെ ചിലതൊക്കെ ചർച്ച ചെയ്താണ്. ഇപ്പൊ ഹഗിയ സോഫിയ പോലുള്ള കാര്യങ്ങളുണ്ട്. ലവ് ജിഹാദിനെ കുറിച്ച് നേരത്തെ RSS ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാരടക്കം ചില കാര്യങ്ങളിൽ മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ ആവർത്തിക്കും. അതുപോലെ ഈ 80-20 എന്ന രീതിയിലുള്ള അനുപാതത്തിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങളുണ്ടാവും. അതിനേക്കാളും അധികമായിട്ട് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ തുടരെ ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് ഓരോന്നിനും സാമുദായിക നിറം നൽകി അത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലേക്ക് വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ന് മാത്രമല്ല, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് പല രീതിയിൽ മുതലെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ ഇതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തും. ഇങ്ങനെ വളരെ നിർഭാഗ്യകരമായ, അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഓരോരുത്തരും ഈ കാര്യത്തിൽ പരമാവധി മിതത്വം പാലിക്കുക അല്ലെങ്കിൽ സംയമനം പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. ഈ സമുദായ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്കൊക്കെ സൽബുദ്ധി ഉദിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ നോക്കിയിട്ട്
ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഈ വിഷയത്തിൽ നമുക്ക് മുമ്പിലുള്ള ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു വശത്ത് ഇവിടെ ഹലാൽ വേണമെന്നൊരു ആവശ്യം മുന്നിരുന്നു, മറുവശത്ത് അതല്ല, നമുക്ക് നോൺ ഹലാലായ ഭക്ഷണം ഉണ്ടാകണമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സമത്വം, അതിലൂടെ ഒരു എല്ലാവർക്കും ഒരു അവരുടേതായ ഒരു ഭക്ഷണത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. അല്ലാതെ ഒരു കൂട്ടരുടെ ഭക്ഷണം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനും പറ്റുകയില്ല. നമുക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ പ്രാഥമികമായിട്ടുള്ള, വളരെ മൗലികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ നമ്മുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അത് ആർക്കും മുമ്പിൽ അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കൂട്ടരുടെ ഭക്ഷണം മറ്റുള്ളവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ മേൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ കഴിപ്പിക്കുകയൊന്നും ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ നാടിനെ വലിയ ഒരു ആപത്തിലേക്ക് മാത്രമേ നയിക്കൂ. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു സാമുദായിക ഐക്യമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഭക്ഷണത്തിന്റെ പേരിൽ തമ്മിൽ തല്ലേണ്ടവരോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിനുള്ള പ്രതിവിധിയായിട്ട് അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇവിടെ ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മളാരെയും തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഹലാൽ ഫുഡ് കഴിക്കുന്നതിന്, അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള ആ ഭക്ഷണം അവർ കഴിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക്, മറ്റ് മതക്കാർക്കോ അല്ലെങ്കിൽ മതമില്ലാത്തവർക്കോ അവർക്കും ഇതുപോലെ ചില സ്വാതന്ത്ര്യങ്ങൾ, അവരുടെ അവകാശങ്ങളുണ്ട്. അവർക്കിപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഫുഡ് കിട്ടാനുള്ള അവസരം ഉണ്ടാകണം. മാത്രമല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ അതിനു വേണ്ടി തുറന്നാൽ അസഹിഷ്ണുത കാണിക്കരുത്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാകരുത്. ഇപ്പോൾ എറണാകുളത്ത് നോൺ ഹലാൽ ബോർഡ് വെച്ചുകൊണ്ട് ഒരു ഹോട്ടൽ ആരംഭിച്ചു. പലരും അതറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ നോൺ ഹലാൽ എന്നുള്ള ബോർഡ് വന്നതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുള്ളവരുടെ അസഹിഷ്ണുത വളരെ ശക്തമായിട്ടാണ് നമ്മളത് വെളിയിലേക്ക് കണ്ടത്. എന്തൊക്കെയാണ് ഇതിനെതിരെ പറഞ്ഞതെന്ന് അറിയാമോ? അതായത് ആ ഹോട്ടലിനകത്തുള്ള മെനു എന്നും പറഞ്ഞുകൊണ്ട് ഇവരിട്ടിരിക്കുന്ന ട്രോളൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ വർഗീയതയാണ്. കാരണം ആ ട്രോളിൽ പറയുന്നത്, ഒരുത്തന്നെ ഒരു പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്: മനുഷ്യൻ തിന്നുന്നത് മനുഷ്യൻ തിന്നട്ടെ, പട്ടികൾ തിന്നുന്നത് പട്ടികൾ തിന്നട്ടെ. അതായത് ആ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്തത് കഴിക്കുന്നവരാണ് മനുഷ്യർ. അങ്ങനെ അങ്ങനെ അല്ലാതെ അള്ളാഹുവിൻ്റെ നാമത്തിൽ അങ്ങനെ അറുക്കാതെ കഴിക്കുന്നവരൊക്കെ പട്ടികളാണെന്നാണ് ആ പറഞ്ഞത്. അതൊക്കെ വർഗീയതയാണ്. അതുപോലെ തന്നെ ഈ നോൺ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന ഹോട്ടലിൻ്റെ അകത്ത് അതിൻ്റെ മെനു, ആ ഹോട്ടലിലെ മെനു എന്നും പറഞ്ഞിട്ട് പേപ്പട്ടിത്തോരൻ, പശു വണ്ടി അടിച്ച് ചത്തത്, കാള ആന്ത്രാക്സ് പിടിച്ച് ചത്തത്, കോഴി പക്ഷിപ്പനി പിടിച്ച് ചത്തത്, പിന്നെ ശ്വാസം മുട്ടിച്ചത്ത ആട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇത് വാങ്ങാൻ ചെല്ലുന്നവർ, ഈ പ്രവേശനം ഹറാം പിറന്നവർക്ക് മാത്രം. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ പഠിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സാമുദായികമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിങ്ങൾക്ക് ഹലാൽ ഫുഡ് കഴിക്കുവാൻ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടോ അതേപോലെ തന്നെ സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവർക്ക്, അത് വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് കഴിക്കാതിരിക്കാനും. അത് ആ സ്വാതന്ത്ര്യത്തെ കൂടി അംഗീകരിച്ചു കൊടുക്കണം. ഇത് ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടെ പല മാളുകളിലും നോൺ ഹലാൽ സെക്ഷൻ എന്ന് പറഞ്ഞ് തന്നെയുണ്ട്. അവരത് പിന്നെയും അനുവദിക്കുകയാണ്. അതായത് പന്നിയോ മറ്റൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നോൺ ഹലാൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ വയ്ക്കുമ്പോഴാണ് പ്രശ്നം. ഇങ്ങനെയുള്ള അസഹിഷ്ണുതകളൊക്കെ നിർത്തി സഹിഷ്ണുതയോടുകൂടെ ഇടപെടാൻ ശീലിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം കുറേയും കൂടി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് എനിക്ക് പറയാം. അതിന് ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത്? അതിന് എന്താണ് പ്രതിവിധി? എല്ലാ മേഖലകളും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലേക്കും ഈ ഹലാൽ മുദ്ര പിടിമുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഹലാൽ സ്റ്റിക്കർ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഹലാൽ ഇല്ലാതെ, നോൺ ഹലാൽ എന്നുള്ള, അല്ലെങ്കിൽ ഹലാൽ രഹിതമായിട്ട് ഹലാൽ സ്റ്റിക്കർ ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ വിൽക്കും. അത് വാങ്ങാൻ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്, നല്ലൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഈ ഹലാലിനെതിരായിട്ടുള്ള ഈ ബോധവൽക്കരണത്തിലാൽ ഇതിൻ്റെ ഈ അപകട സാധ്യത മനസ്സിലാക്കി ഹലാലിനെ ബഹിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് ചോയ്സ് ഇല്ല, അങ്ങനത്തെ സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ അവസരം കൃത്യമായിട്ട് യൂസ് ചെയ്ത് ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ ബിസിനസ് രംഗത്തേക്ക് കൂടുതലായിട്ട് ഇറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഇഷ്ടം ഇല്ലാത്ത ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സാമുദായികമായിട്ടുള്ള വേദിതകളില്ലാതെ എല്ലാവരെയും ഒരേ മനസ്സോടെ കാണുന്ന
ജാതിയുടെ മതത്തിൻ്റെയും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു സാഹോദര്യം എല്ലാ സമൂഹങ്ങളും ഒരുമിച്ച് കാത്തുപരിപാലിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ, ശ്രീ അനിൽ കുമാർ അയ്യപ്പൻ, നന്ദി.